ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് അവരുടെ ചിന്ത. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, ഒരു കാർഡ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചിട്ട് ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നും നിങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ കാണണമെന്നും ഒക്കെ അവർ ചിന്തിക്കുന്നതായി കാണുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് വാണ്ടഡ് എനർജി വന്നിരിക്കുന്നത്? നിങ്ങളെ കാണാൻ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നു. എങ്ങനെയെങ്കിലും അവർ നിങ്ങളെ കാണാനുള്ള ഒരു അവസരം അവരുണ്ടാക്കും. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ അവർ നിങ്ങളെ കണ്ടെന്നിരിക്കും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഒരുപാട് ഇമോഷണൽ ഫീലിങ്സ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങളെ ഒന്ന് കാണണം, നിങ്ങളോട് സ്നേഹം പങ്കുവയ്ക്കണം, അവരുടെ ഹൃദയത്തിൽ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് അവർക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് 2 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളോട് അവരെന്തോ നല്ല രീതിയിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. സോറി പറയുന്ന ഒരു ഫീലിങ്സ് ആണ്. നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. ഓക്കെ, എങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വാക്കുകൾ കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിലോ ഒക്കെ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും കാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ സോറി പറയുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് അവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിന് റീയൂണിയൻ ഉണ്ടാകുമോ? അവർ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായിട്ട് ഒരു റീയൂണിയന് സാധ്യതയുണ്ടോ? ഓക്കെ, 2 കാർഡ്സ് വെക്കുന്നുണ്ട്. ഒരു കാർഡ് സെലക്ട് ചെയ്യുക നിങ്ങളുടെ പേഴ്സണെ വിചാരിച്ചിട്ട്. ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് റീയൂണിയൻ സാധ്യത നല്ല രീതിയിലുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ റിലേഷൻ പോകുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്ത് അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ കുറച്ചുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഏതെങ്കിലും ഹീലിംഗ് ഉണ്ടാകേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ നല്ല മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അവർക്ക് കുറച്ച് കാർമിക് സിറ്റുവേഷനിലൂടെയൊക്കെ കടത്തിവിട്ട് നിങ്ങളുടെ വാല്യൂ എന്തെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും നിങ്ങളിലേക്ക് ഒരു റീയൂണിയന് സാധ്യത കാണുന്നത്. വെയിറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ,